പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസിന്റെ 21ാമത്തെ ചാപ്റ്റർ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മനുഷ്യ വികാസനത്തിലെ ആശയങ്ങളും പ്രശ്നങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്റർ. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിന് 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏകദേശം 9 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞ് മലയാളത്തിൽ എഴുതാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അത് ഒഴിവാക്കാനാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ബോർഡിൽ എഴുതി ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് മലയാളത്തിൽ ആൻസർ കൊടുക്കും. നമ്മുടെ ഗൈഡിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 1-2 ചാപ്റ്റർ ഈ രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പഠിച്ച് മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ ആൻസർ ചെയ്യാമെന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പ്ലെയിൻ ദി ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദി ഗേൾ ചൈൽഡ് ആണ്. പെൺകുട്ടികൾക്ക് എതിരായിട്ടുള്ള വിവേചനങ്ങൾ എന്താണ്? ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളൊക്കെ വളരെയധികം ഉണ്ട്. ഇന്ത്യയിൽ പെൺകുട്ടികൾ ദുഷ്കരമായ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ജനനം മുതൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴും അവർ വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ സ്കാനിങ്ങിലൂടെ പെൺകുഞ്ഞാണെങ്കിൽ അവിടെ വെച്ച് നശിപ്പിക്കണം എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ നിയമങ്ങൾ മാറിയിട്ടുണ്ട്, വകുപ്പുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ സ്കാനിങ്ങിലൂടെ ലിംഗനിർണയം നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാലത്ത് അതിന് സംവിധാനമില്ലാത്ത കാലഘട്ടത്ത് അല്ല, അതിനെക്കുറിച്ച് ഗവൺമെന്റ് ഇത്ര ശക്തപരമായി പ്രതികരിക്കാത്തൊരു കാലഘട്ടത്തിൽ സ്കാനിങ്ങിലൂടെ പെൺകുട്ടിയാണെങ്കിൽ ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവരെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം വരെ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പം മിക്ക കുടുംബങ്ങളിലും അനാവശ്യം താഴ്ന്നതും പരിഗണിക്കപ്പെടാത്തതുമാണ്. ഒരു കുടുംബത്തിൽ പെൺകുട്ടികൾക്കാവും ഏറ്റവും അവസാനം ഭക്ഷണം ലഭിക്കാം. ഭർത്താവിനെയും മക്കളെയും എല്ലാം പരിഗണിച്ച ശേഷം ഗുണനിലവാരമില്ലാത്തതും അളവിൽ കുറഞ്ഞതുമായ ഭക്ഷണമാണ് അവൾക്ക് ലഭിക്കുക. രോഗാവസ്ഥയിൽ പോലും അവൾക്ക് പരിഗണന നൽകുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ചെറിയ പ്രായത്തിൽ ഗാർഹിക ജോലികളൊക്കെ ഏർപ്പെടുന്നുണ്ട്. വീടുകളിൽ ഏറ്റവും കൂടുതൽ ജോലിയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടാണ് ആര് കഴിക്കുന്നത്? സ്ത്രീകൾ കഴിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് 4 ways in which education help a girl child. വിദ്യാഭ്യാസം പെൺകുട്ടികളെ എങ്ങനെ സഹായിക്കുന്നു എന്നതിന് 4 പാഠങ്ങളാണ്. പെൺകുട്ടിയാണ് അവരുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിതം നെയ്തെടുക്കുന്നത്. അതിന് വിദ്യാഭ്യാസം ആവശ്യമാണ്. വിദ്യാഭ്യാസം അവളെ വിവിധ വഴികളിലേക്ക് എത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം പെൺകുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നും നല്ലതും ചീത്തയും എന്താണെന്ന് അറിയാനുള്ള ഒരു വേർതിരിവ് അവരിൽ ഉണ്ടാകുന്ന വിദ്യാഭ്യാസമാണ്. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതവും വീടുകളും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും. വീട് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു കുടുംബത്തിലെ ആളുകളുമായി എങ്ങനെ ഇടപെടണം എന്നൊക്കെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയണമെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ മസ്റ്റാണ്. ഉദാഹരണത്തിന് ഉപഭോക്താക്കൾ എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല അവരുടെ കുടുംബത്ത് വന്നിരിക്കുന്ന തുകയിൽ സാധ്യമായ തുകയും മികച്ച ഇനങ്ങൾ വാങ്ങാനും ഗാർഹിക തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. പെൺകുട്ടികളിൽ ആത്മവിശ്വാസവും കഴിവുകൾ വർദ്ധിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഒരു തൊഴിൽ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതും വിദ്യാഭ്യാസത്തിലൂടെയാണ്. രണ്ടാമത് പറയുന്ന വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് പിന്നീട് വിദ്യാസമ്പന്നരായ അമ്മമാരാകാനുമാണ്. നല്ല ശീലങ്ങളും മൂല്യങ്ങളും കുട്ടികളെ വളർത്തിയെടുക്കാൻ വിദ്യാസമ്പന്നരായ അമ്മമാർക്ക് കഴിയും. മൂന്നാമത് പറയുന്ന വിദ്യാസമ്പന്നരായ അമ്മമാർ കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ അർത്ഥപരമായ പരിഹാരങ്ങൾ നൽകാനൊക്കെ വിദ്യാഭ്യാസം ആവശ്യമാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്? എന്താണ് യുവാക്കളുടെ കുറ്റകൃത്യം? ജുവനൈൽ കുറ്റകൃത്യം എന്നാൽ നിയമപ്രകാരം ശിക്ഷിക്കാനാവാത്ത ചെറുപ്പക്കാരാണ്. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്. നിയമലംഘനം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്
എന്ത് പറയുന്നത് ജുവനൈൽ ഡെലിഗൻസി തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പീഡിപ്പിക്കുക, അല്ലെ, കൊലപാതകം ചെയ്യുക, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നാലാമത് can you list some of the behavior which are considered delinquency ആണ്. കുറ്റവാളി എന്ന് കണക്കാക്കപ്പെടുന്ന ചില പെരുമാറ്റങ്ങൾ ഏതൊക്കെയാണ്? വ്യാജ പ്രചരണം നടത്തുക, അക്രമം, മോഷണം, ആത്മഹത്യ, നുണ പറയൽ, മയക്കുമരുന്ന് കടത്തൽ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അതൊക്കെ ഇതിൽ വരും, ജുവനൈൽ ഡെലിഗൻസിയിൽ വരും. അഞ്ചാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് ജുവനൈൽ ഡെലിഗൻസി ആണ്. യുവജന കുറ്റകൃത്യങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ്? ചെറുപ്പക്കാരിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ വളരാനുള്ള കാര്യങ്ങൾ എന്താണ്? അവരുടെ കൂട്ടുകെട്ട് വലിയൊരു കാരണമാണ്. അവരുടെ ചുറ്റുപാടുള്ള അവരുടെ ബന്ധങ്ങൾ, പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരികളിൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കുട്ടി ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കളും മദ്യപാനികളും കുറ്റങ്ങൾ ചെയ്യുന്നത് കണ്ട മക്കളും ചിലപ്പോൾ അതുപോലെ പഠിച്ച് അങ്ങനെ ഇതിന്റെ യുവജന കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, പാവപ്പെട്ട കുട്ടികൾക്ക് മതിയായ സൗകര്യങ്ങളും ജീവിത സുഖങ്ങളും ഇല്ല. മോഷ്ടിക്കലും കൊള്ളയടിക്കലും സൗകര്യങ്ങൾ നേടുന്നതിനുള്ള എളുപ്പമായി, അല്ലേ? പാവപ്പെട്ട കുട്ടികൾക്ക് ഉപജീവനം ഇല്ലാത്തപ്പോൾ പട്ടിണി കണ്ട് ജോലി ഇല്ലാത്ത സമയമാകുമ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യാണ്? മോഷ്ടിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തൊരു കുറ്റകൃത്യമാണ്. ആ ദാരിദ്ര്യത്തിൽ നിന്നും അല്ലെങ്കിൽ മരണത്തിൽ നിന്നും മോചനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സമപ്രായക്കാരിൽ നിന്ന് മാതാപിതാക്കൾ മോശമാകുമ്പോൾ അതുപോലെ സിനിമകളും പുസ്തകങ്ങളും, മോശം പുസ്തകങ്ങളും സിനിമകളും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മൊബൈൽ ഫോണുകളിലുള്ള അശീലങ്ങൾ വഴിയൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചില ഗെയിമുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവനിതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി റെമഡിയൽ ആൻഡ് പ്രിവെന്റീവ് മെഷർ ഓഫ് ജുവനൈൽ ഡെലിഗൻസി ആണ്. ചെറുപ്പക്കാരിലെ കുറ്റകൃത്യങ്ങൾക്കുള്ള കാരണങ്ങളും നടപടികളും എന്താണ്? കുറ്റപരമായി പെരുമാറുന്ന കുട്ടികൾക്കെതിരെ അയൽവാസികളോ മറ്റോ പരാതി നൽകി അത്തരം കുട്ടികളെ റിമാൻഡ് ഹോമിലാക്കും. അവിടെ കുട്ടികൾക്ക് അവരുടെ കുറ്റകരമായ പെരുമാറ്റം ഉപേക്ഷിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. അതേപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ പരിഹാര നടപടി കൂടാതെ മറ്റു ചില പരിഹാര നടപടികൾ കൂടിയുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുറ്റകൃത്യങ്ങൾക്ക് പ്രധാന കാര്യം ദാരിദ്ര്യമാണ്. അത് നീക്കം ചെയ്യുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാവും. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ധാരാളമുണ്ട്. ഒരു തൊഴിൽ ആരംഭിക്കുന്നതിന് വളരെ നാമമാത്രമായ പലിശ നിരക്ക് വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനമുണ്ട്. പാവപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുമായി സമയം ചെലവഴിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും വേണം. നല്ല ശീലങ്ങളും മികച്ച മൂല്യങ്ങളും വികസിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക, യുവാക്കൾക്ക് വിനോദ സൗകര്യങ്ങൾ നൽകുക എന്നൊക്കെയാണ്. ആരാണ് ബാലവേലക്കാർ? കാരണങ്ങൾ എന്താണ്? പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലവേലക്കാരനെ തിരിച്ചറിയാൻ സാധിക്കും. 14 വയസ്സിന് താഴെയുള്ളതും ഉപജീവനത്തിനായി ജോലിയിൽ ഏർപ്പെടുത്തുന്നതുമായ ഏതൊരു കുട്ടിയും ബാലവേലക്കാരനാണ്. 14 വയസ്സിന് താഴെയുള്ള ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ബാലവേലപ്പെട്ടാണ്. ഇന്നൊക്കെ അത് നിയമപരമായി എതിർത്തിട്ടുണ്ടെങ്കിലും പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബാലവേല ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യ കാരണമാണ്. അതൊരു അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ കുട്ടികളുണ്ടാവും, അവർ ബാലവേല ചെയ്യുന്നുണ്ട്. പരമ്പരാഗത തൊഴിലുകളിലും കാഴ്ചശക്തിയുള്ളവരുടെയും വേഗതയുള്ളവരുടെയും ആവശ്യകത, കൂലി കുറഞ്ഞതും പ്രതികരിക്കാത്തതുമായ തൊഴിലാളികളുടെ ആവശ്യകത, ഇവരൊക്കെ ബാലവേല ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അസൗകര്യമായ സാഹചര്യങ്ങൾ, കൂടുതൽ ജോലി ചെയ്യാൻ കുട്ടികൾ നിർബന്ധിതരാണ്, അവർക്ക് പലതരം വൈകല്യങ്ങൾ ഉണ്ടാകും. പിന്നെ അവർ ശുചിത്വമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുകയും പലപ്പോഴും പകർച്ചവ്യാധികൾ അവരെ പിടികൂടുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവരെ ആരോഗ്യത്തേക്ക് ബാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ഹൗ ക്യാൻ വി ഡീൽ വിത്ത് പ്രോബ്ലംസ് ഓഫ് ചൈൽഡ് ലേബർ? ബാല്യവേലയുടെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥകൾ ഉണ്ടാക്കുക. ജോലി സമയത്ത് കുറച്ച് മണിക്കൂർ അവരെ ഒഴിവാക്കി സ്കൂളിൽ ചേരാൻ തൊഴിലുടമകൾ അവരെ പ്രേരിപ്പിക്കണം. തൊഴിൽ ചെയ്യുന്ന ശാലകളിൽ നിന്ന് കുറച്ച് സമയം അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ആവശ്യമെങ്കിൽ തൊഴിലുടമ സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള ക്രമീകരണം നടത്തണം. 2, ബാലവേലയുടെ പ്രതികൂലമായ പ്രത്യേകതകൾ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ ബോധവൽക്കരിക്കണം, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. 3, മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും പതിവായ ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ നടത്തുകയും ചെയ്യണം. 4, കുറഞ്ഞ പ്രവൃത്തി സമയത്തേക്ക് വൃത്തിയുള്ളതും നന്നായി വായു സഞ്ചാരമുള്ളതും പ്രകാശമുള്ളതുമായ ജോലികളിൽ കുട്ടികളെ അനുവദിക്കുക. ഇനി ലാസ്റ്റ് ചോദ്യമാണ് ഹൗ ക്യാൻ വി ഹെൽപ്പ് സോഷ്യോ എക്കണോമിക് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ചിൽഡ്രൻ ആണ്. എന്തൊക്കെയാണ് സാമൂഹ്യ സാമ്പത്തികപരമായി കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങൾ? എന്താണ്? കുടുംബത്തിലെ സാഹചര്യം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ
നിരവധി കുട്ടികൾ സാമൂഹിക സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നുണ്ട്. അത്തരം കുട്ടികളുടെ സമഗ്ര വികസനം സുഗമമാക്കുന്നതിന് വിവിധ മാർഗങ്ങൾ അത്തരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, സൗജന്യ പുസ്തകങ്ങൾ നൽകുക, സ്റ്റേഷനറി പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുക, യൂണിഫോം, സ്കോളർഷിപ്പ്, ഉച്ചഭക്ഷണം എന്നിവ നൽകുക. ഇവയെല്ലാം അവരെ സ്കൂളിലേക്ക് അയക്കാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കും. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനം ഏർപ്പെടുത്തണം. അതുവഴി അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുകയും ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സഹായിക്കുമെന്നതാണ്. ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതുവരെ അടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. NISന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയങ്ങളുടെ ഗൈഡ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ NISന്റെ SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതേണ്ട രീതി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ കീഴിൽ SSLC +2 IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.